أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم خاتم الأنبياء ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ദീർഘദർശന പ്രകാരം ഈ കാലഘട്ടത്തിൽ മനുഷ്യരാശിയുടെ വിശിഷ്യ മുസ്ലിം സമൂഹത്തിൻ്റെ സമഗ്രമായ സമുദ്ധാരണത്തിനായി അള്ളാഹുവിനാൽ നിയോഗിക്കപ്പെട്ട വാഗ്ദത്ത മഹ്ദി മസീഹാണ് ഹസ്രത്ത് മിർസ ഗുലാം അഹ്മദ് അലൈഹിസ്സലാം. ആ മഹാത്മാവ് ദൈവിക കൽപ്പന പ്രകാരം ആരംഭിച്ച ഇസ്ലാമിക പുനരുജ്ജീവന പ്രക്രിയയാണ് അഹ്മദിയ മുസ്ലിം ജമാഅത്ത്. വിവിധ പ്രത്യയ ശാസ്ത്രങ്ങൾക്കും മതങ്ങൾക്കും മേൽ ഇസ്ലാമിൻ്റെ വൈജയന്തി ഉയർത്തിയ ഹസ്രത്ത് അഹ്മദ് അലൈഹിസ്സലാമിൻ്റെ വിയോഗത്തെ തുടർന്ന് വിശുദ്ധ ഖുർആൻ്റെ വാഗ്ദാനവും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനവും അനുസരിച്ച് സ്ഥാപിതമായ ഖിലാഫത്ത് വ്യവസ്ഥിതിയുടെ കീഴിൽ അഹ്മദിയ മുസ്ലിം ജമാഅത്ത് ഇന്ന് 195 രാജ്യങ്ങളിൽ കർമ്മനിരതമാണ്. ഇപ്പോഴത്തെ ആഗോള ഖലീഫ ഹസ്രത്ത് മിർസ മസ്റൂർ അഹ്മദ് സാഹിബ് അയ്യദല്ലാഹു തആല ബിനസ്റിൽ അസീസാണ്. അഹ്മദിയ മുസ്ലിം ജമാഅത്തിൻ്റെ ആശയാദർശങ്ങളുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളാണ് ഞങ്ങളിവിടെ ചർച്ച ചെയ്യുന്നത്. ഈ സിഡിയിലൂടെ അവതരിപ്പിക്കുന്ന വിഷയം ഈസ ഇബ്നു മറിയം ആഗമനവും തെറ്റിദ്ധാരണകളും. وكنت عليهم شهيدا ما دمت فيهم فلما توفيتني كنت أنت الرقيب عليهم وأنت على كل شيء شهيد إن تعذبهم فإنهم عبادك وإن تغفر لهم فإنك أنت العزيز الحكيم. أعوذ بالله من الشيطان الرجيم ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഒരു സമ്പൂർണ്ണ ജീവിത പദ്ധതിയും ഒരു തത്വ സംഹിതയുമാണ്. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു ഇറക്കിയ വേദഗ്രന്ഥമാണ് ഖുർആൻ. ആ ഖുർആൻ്റെ പരിപൂർണതയെക്കുറിച്ച് ഖുർആൻ പറയുന്നു, അൽ-യൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇന്നേ ദിനം നിങ്ങൾക്ക് നിങ്ങളുടെ ദീനിനെ, എൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് സമ്പൂർത്തീകരിക്കുകയും ദീനുൽ ഇസ്ലാം ഒരു മതമെന്ന നിലയിൽ നിങ്ങൾക്ക് നാം തൃപ്തിപ്പെട്ട് തരികയും ചെയ്തിരിക്കുന്നു. ഈ തൃപ്തിപ്പെട്ട് തന്ന ദീന് മനുഷ്യന്റെ ജീവിതത്തിൻ്റെ സമസ്ത മണ്ഡലങ്ങളിലും അഖില മേഖലകളിലും വഴികാട്ടിയായി നിലകൊള്ളുന്നു. ഒരു തത്വസംഹിത എന്ന നിലയിൽ ഖുർആൻ നിലകൊള്ളുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുചര്യകൾ, അതിൻ്റെ പ്രാവർത്തിക രൂപം, അതിൻ്റെ പ്രാക്ടിക്കൽ വശമായി നാം കാണുന്നു. ഇത് രണ്ടിനെയും അനുഗമിച്ചുകൊണ്ട്, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുചര്യകളെയും വിശുദ്ധ ഖുർആന്റെ അധ്യാപനങ്ങളെയും അനുഗമിച്ച് നടക്കുന്ന ഒരാളാണ് യഥാർത്ഥത്തിൽ പൂർണ്ണമായൊരു മുസ്ലിമായി തീരുന്നത്. ഖിയാമത്ത് വരേക്കും ഈ പരിശുദ്ധ ദീനുൽ ഇസ്ലാം, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുചര്യയും പരിശുദ്ധ ഖുർആനും മനുഷ്യനെ വഴികാട്ടിയാണെന്ന് വിശുദ്ധ ഖുർആൻ സിദ്ധാന്തിക്കുന്നു. അതിനെക്കുറിച്ച് ഖുർആൻ ഒരിടത്ത് പറയുന്നത്, ഖുൽ ഹാദിഹി സബീലി, ഇത് ആണ് എൻ്റെ ഋജുവായിട്ടുള്ള മാർഗം, ഫത്തബിഊഹു, നിങ്ങൾ അതിനെ, മുസ്തഖീമ, ഇത് നേരായിട്ടുള്ള മാർഗമാണ്, ഫത്തബിഊഹു, നിങ്ങൾ അതിനെ പിൻപറ്റുക, വലാ തത്തബിഉ സുബുല, ഭിന്ന മാർഗങ്ങളെ നിങ്ങൾ പിൻപറ്റരുത്, ഫതഫറഖ ബികും അൻ സബീലിഹി, അങ്ങനെയാണെങ്കിൽ അവന്റെ മാർഗത്തിൽ നിന്ന് നിങ്ങൾ മാർഗഭ്രംശം സംഭവിച്ച് നിങ്ങൾ മാറിപ്പോകും, നിങ്ങൾ ഭിന്നിച്ചു പോകാനുള്ള സാധ്യതകളുണ്ട്. അപ്പം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന ദീനുൽ ഇസ്ലാമിനെ പിൻപറ്റുവാൻ വേണ്ടി അള്ളാഹു കൽപ്പിക്കുമ്പോൾ മറ്റു മാർഗങ്ങളെ പിൻപറ്റരുത് എന്നുകൂടി അതിന്റെ കൂട്ടത്തിൽ ഉപദേശിച്ചുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ അതിൽ തന്നെ മറ്റു മാർഗങ്ങളെ പിൻപറ്റാനുള്ള സാധ്യതകളുണ്ട് എന്ന് ഒരു കാര്യം അള്ളാഹുവോട് ഉണർത്തുക കൂടി ചെയ്തു. അപ്പൊ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദീനിനെ പിൻപറ്റുന്നവരാണ് എന്ന് ഓരോ മുസ്ലിങ്ങളും വാദിക്കുന്നു. വളരെ വീരോടും വാശിയോടും കൂടി ഞങ്ങളാണ് പിൻപറ്റുന്നവരെന്ന് വാദിക്കുന്നു.
മറ്റൊരു കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ദീനുൽ ഇസ്ലാമിനെയും പരിശുദ്ധ ഖുർആൻ അധ്യാപനങ്ങളെയും നിലനിർത്തുന്നതിന് വേണ്ടിയും അതിനെ ജനങ്ങളുടെ ഇടയിൽ സംസ്ഥാപനം ചെയ്ത് അതിനെ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയുമാണ് തങ്ങൾ നിലകൊള്ളുന്നത് എന്നാണ് ഓരോ മുസ്ലിം കക്ഷികളുടെയും അഭിപ്രായം. എന്നാൽ അങ്ങനെ വ്യത്യസ്ത കക്ഷികളിലായി കാണുന്ന മുസ്ലിങ്ങളിൽ ഏതാണ് മുസ്ലിം എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു ദുർഘട സന്ധിയിലാണ് ഇന്നൊരു പാമര മുസ്ലിം നിൽക്കുന്നത്. ഇങ്ങനെ കക്ഷി പ്രതികക്ഷികളായി പിരിയുന്ന ഒരു ഘട്ടം ദീനുൽ ഇസ്ലാം സമ്പൂർണ്ണം. ഇതിനെക്കുറിച്ച് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഖുർആനിൽ എന്തെല്ലാം സൂചനകളാണ് എന്ന് മത്സരം ഒന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നും അതിനെക്കുറിച്ച് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നും വിശുദ്ധ ഖുർആൻ എന്താണ് അതിനെക്കുറിച്ച് പറയുന്നതെന്നും മൗലവി ഒന്ന് വ്യക്തമാക്കി കൊടുത്താൽ നല്ലതായിരിക്കും. തീർച്ചയായും വിശുദ്ധ ഖുർആനിൽ അള്ളാഹു തന്നെ പറയുന്നുണ്ട്, വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമൻ ഫത്തബിഊഹു വലാ തത്തബിഉസ് സുബല ഫതഫറഖ ബികും അൻ സബീലിഹി ദാലികും വസ്വാക്കും ബിഹി ലഅല്ലക്കും തത്തഖൂൻ. തീർച്ചയായും ഇത് ഈ ചൊവ്വായ മാർഗം, ഇത് എൻ്റെ മാർഗമാണ്, ഫത്തബിഊഹു, നിങ്ങൾ അതിനെ പിൻപറ്റുക. അള്ളാഹു പറയാണ്, ഇത് ഈ മാർഗം, ഈ ഇസ്ലാമാകുന്ന മാർഗം, ഇത് നേരായ മാർഗമാണ്, അതിനെ നിങ്ങൾ പിൻപറ്റുക. വലാ തത്തബിഉസ് സുബല, വ്യത്യസ്ത വഴികൾ നിങ്ങൾ അതിനെ പിൻപറ്റരുത്, ആ ഭാഗത്തൂടെ നിങ്ങൾ പോകരുത്. ഫതഫറഖ ബികും അൻ സബീലി, അങ്ങനെ നിങ്ങൾ വ്യത്യസ്ത മാർഗങ്ങളിലൂടെ പോയി കഴിഞ്ഞാൽ നിങ്ങളെ ഈ യഥാർത്ഥ മാർഗത്തിൽ നിന്ന് നിങ്ങൾ വ്യതിചലിച്ചു പോകും. നിങ്ങൾ അങ്ങനെ തഫ്രീഖില്, അതായത് വിഭിന്ന ചേരികളായി മാറിപ്പോവും, ഛിദ്രതയിലകപ്പെട്ടു പോകും. ദാലികും വസ്വാക്കും ബി, ഇതുകൊണ്ട് അള്ളാഹു വസിയത്ത് ചെയ്യുന്ന, നിങ്ങളോട് കൽപ്പിക്കുന്നത്, ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരായി, ഭക്തിയുള്ളവരായി, അള്ളാഹുവിനെ ഭയപ്പെടുന്നവരായി മാറുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ യഥാർത്ഥമായിട്ടുള്ള വഴി അത് അള്ളാഹുവിന്റെ യഥാർത്ഥ ഈ സബീൽ എന്ന അതിൽ നിന്നും ഇന്നത്തെ മുസ്ലിം സമൂഹം വളരെയധികം വ്യതിചലിച്ചു പോയിരിക്കുന്നെന്ന് ഇന്നത്തെ സാഹചര്യം എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇത് സംബന്ധമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ താക്കീത് ചെയ്തിട്ടുണ്ട്. എൻ്റെ സമൂഹം ഈ യഥാർത്ഥ മാർഗം വിട്ടിട്ട്, ഈ മുസ്തഖീമായ വഴി വിട്ടുകൊണ്ട് വ്യത്യസ്ത വഴികളിലേക്ക് പ്രവേശിക്കുകയും അങ്ങനെ അവർ കക്ഷികളും പ്രതികക്ഷികളുമായി പിരിഞ്ഞു പോകുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് നൽകിയിട്ടുണ്ട്. അതൊക്കെ തന്നെ ഇവിടെ പുലർന്നുകൊണ്ടിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുൾ ചെയ്തതായി ഇത് മിഷ്കാത്തിൽ രേഖപ്പെട്ട് കിടക്കുന്ന ഒരു ഹദീസാണ്. വഇന്ന ബനീ ഇസ്രായീല തഫറഖത അലാ സിന്തൈനി വസബ്ഊന മില്ല, തീർച്ചയായും ബനീ ഇസ്രായേൽ സമൂഹം അത് 72 കക്ഷികളായി പിരിയുകയുണ്ടായി. വതഫ്തരിഖു ഉമ്മത്തി അലാ 73 മില്ല, എന്റെ ഈ സമുദായമുണ്ടല്ലോ 73 കക്ഷികളായി പിരിയും. ബനീ ഇസ്രായേൽ സമുദായം 72 കക്ഷികളായി പിരിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ സമുദായം 73 ആയി പിരിയും. കുല്ലുഹും ഫിന്നാരി ഇല്ലാ മില്ലത്തൻ വാഹിദ, എല്ലാവരും വഴികേടിലായിരിക്കും, നരകത്തിലായിരിക്കും, അഗ്നിയിലായിരിക്കും, പക്ഷെ ഒരു മില്ലത്ത് ഒഴികെ, ഒരു വിഭാഗം ഒഴികെ. അപ്പോൾ സഹാബത്ത് ചോദിച്ചു, ഖാലു മാഹിയ, ആ മില്ലത്ത് ഏതാണ് യാ റസൂലുള്ളാഹ്, ആ ഏത് മില്ലത്താണെന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, മാ അന അലൈഹി വാ സഹാബി, ഞാനും എൻ്റെ സഹാബത്തും ഉള്ള നിലയിൽ ഏതൊരു വിഭാഗമാണോ ആ നിലയിൽ സ്ഥിതി ചെയ്യുന്നതെങ്കിൽ അവർ മാത്രമാണ് യഥാർത്ഥ മോക്ഷപ്രാപ്തിക്ക് അർഹരായിട്ടുള്ളത്. മറ്റുള്ളവരൊക്കെ തന്നെ നരകത്തിലാണ്, അത് യഥാർത്ഥ വഴിയിൽ നിന്നും വ്യതിചിച്ചവരാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് നൽകി. അപ്പോ ഏതുപോലെ മുൻ സമുദായത്തിൽ 72 കക്ഷികളായി പിരിഞ്ഞു, മുൻ സമുദായത്തെ എടുത്തുകൊണ്ടാണ് അതിനോട് സാദൃശ്യപ്പെടുത്തിയും കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ താക്കീത് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ പുലർന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മുസ്ലിങ്ങളിൽ തന്നെ ഇതര കക്ഷികളായി 73 അല്ല അതിനേക്കാൾ കൂടുതലായ ഒരു അവസ്ഥയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് ആ ഹദീസിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന്റെ പുലർച്ചയായിട്ട് നമുക്കിവിടെ കണ്ടുവരുന്നു. അപ്പം 73 കക്ഷികളായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തി പിരിയും എന്ന് പറയുമ്പോഴേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ മുമ്പ് 72 പിരിഞ്ഞ ഇസ്രായേൽ സമുദായത്തെ കുറിച്ച് പറയുന്നു. ഇസ്രായേൽ സമുദായം എന്ന് പറഞ്ഞാൽ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരെ മുമ്പ് വന്ന മൂസാ നബി പ്രവാചകനായി വന്നിരുന്ന, ഈസാ നബി പ്രവാചകനായി വന്നിരുന്ന ആ സമുദായം. അത് യാക്കൂബിന്റെ സന്താനങ്ങളാണ്, 12 സന്താനങ്ങളാണ് ഇസ്രായേൽ മക്കൾ. ആ 12 സന്താനങ്ങളെ ഒരുമിച്ച് ചേർത്ത് പറയുന്ന പദമാണ് ഇസ്രായേൽ എന്നുള്ളത്. അപ്പൊ ഇസ്രായേൽ സന്താനങ്ങൾ, അതായത് മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ഉമ്മത്ത്, ജൂതർ 72 പിരിഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്റെ ഉമ്മത്തി 73. അപ്പോൾ ഒരടി കൂടി മുമ്പോട്ട് കയറുന്ന അർത്ഥം. അപ്പോൾ അതെന്തിനാണ് ആദ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കുറിച്ച് പറയുന്നത് എന്നത് വളരെ ശ്രദ്ധേയമാണ്. കാരണം അവരെ കുറിച്ച് പറഞ്ഞത് കൊണ്ട് അവർക്ക് എന്ത് സംഭവിച്ചോ അതിവിടെ സംഭവിക്കുമെന്നാണ്. അങ്ങനെ തന്നെ ഒരു ഹദീസും ഉണ്ടെന്ന് തോന്നുന്നു.
അതെ, അവരിൽ ഒരുപാട് തിന്മകൾ ഉണ്ടായിരുന്നു. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വളരെ വ്യക്തമായി എടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു മുത്തഫഖുൻ അലൈഹിയായ ഹദീസിൽ, സഹീഹ് മുസ്ലിമിലും ബുഖാരിയിലുമുള്ള ഹദീസാണ്, ലതത്തബിഉന്ന സുനന മൻ ഖബലക്കും, തീർച്ചയായും നിങ്ങൾക്ക് മുമ്പുള്ള സമൂഹത്തെ പിൻപറ്റുന്നതാണ്, ഷിബ്റൻ ബി ഷിബ്രിൻ വദിറാഅൻ ബി ദിറാഇൻ, ചാണിന് ചാണായും മുഴത്തിന് മുഴമായും നിങ്ങൾക്ക് മുമ്പുള്ള സമൂഹത്തെ നിങ്ങൾ അനുഗമിക്കും, നിങ്ങൾ പിന്തുടരും. ഹത്താ ലൗ ദഖലു ജുഹ്റ ലുബ്ബിൻ, അവർ ഒരു ഉടുമ്പിന്റെ മാളത്തിൽ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ ലതബിഅതുമുഹും, നിങ്ങൾ അവരെ പിൻപറ്റുക തന്നെ ചെയ്യും. അപ്പോൾ മുൻ സമുദായത്തിൽ അവർ ചെയ്തിരുന്ന എല്ലാ കാര്യങ്ങളും, അവർ ഏതെല്ലാം തിന്മകൾ അവരിലുണ്ടായിരുന്നുവോ, ഏതെല്ലാം കൊള്ളരുതായ്മ അവരിലുണ്ടായിരുന്നുവോ, അതൊക്കെ തന്നെ നിങ്ങളിലും ഉണ്ടാകും. ഒരു ചാണിന് ചാണ് എത്ര കണ്ട് സമാനമാണോ അത്രയും നിങ്ങൾ അവരുമായിട്ട് അനുഗമിക്കുന്നതാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് ചോദിച്ചു, ഖീല യാ റസൂലുള്ളാഹ് അൽ യഹൂദു വൻ നസാറ, അത് യഹൂദരും നസാറാക്കളുമാണോ എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫമൻ, പിന്നെ ആരാണ്? യഹൂദി നസാറാക്കളല്ലാതെ പിന്നെ ആരാണ്? അപ്പോൾ അവരെ പോലെ തന്നെ എൻ്റെ സമുദായം ആകും. അവരിൽ ഉണ്ടായിരുന്ന എല്ലാവിധ കുഴപ്പങ്ങളും എല്ലാവിധ തിന്മകളും ഈ സമൂഹത്തിൽ ഉടലെടുക്കുന്നതുകൊണ്ടാണ് ഈ 73 കക്ഷികളായി പിരിയുന്ന. അപ്പൊ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്ത് ഇസ്രായേൽ സമുദായത്തിൽ ഉണ്ടായിരുന്ന എല്ലാ അരുതായ്മകളെയും എല്ലാ തിന്മകളെയും അനുബന്ധം അനുഗമിക്കും. ചാണിന് ചാണായും മുഴത്തിന് മുഴമായും അവർ അനുഗമിക്കും. അപ്പോ ഈ കാര്യത്തിൽ തിന്മയുടെ കാര്യത്തിലുള്ള ഒരു അനുകരണത്തെ കുറിച്ച് അവിടെ പറയുകയാണ്. അതേസമയത്ത് എന്റെ ഉമ്മത്ത് എന്ന് പറയുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് മാന അലൈഹി വസഹബി, ഞാനും എന്റെ സഹാബത്തുമുള്ള നിലയിലുള്ളവർ നന്മയിൽ അഥവാ സ്വർഗത്തിന് അർഹരായിട്ടുള്ള ആളുകൾ എന്ന നന്മയെ കൂടി കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഇവിടെ മറ്റൊരു കാര്യം പറയുന്നത്, അപ്പൊ ഇസ്രായേൽ സമുദായത്തിനും ഒരു നന്മയുടെ ഒരു വിഭാഗം ഉണ്ടാവുമല്ലോ, അവരെ അങ്ങനെ വെറുതെ വിട്ടിട്ടുണ്ടായിരിക്കില്ല. 72 പിരിയുമ്പോൾ അതിൽ നിന്ന് ഒരു കക്ഷി മോക്ഷത്തിന് അർഹരായിട്ടേ ഉണ്ടാവുള്ളൂ. എല്ലാ കക്ഷിക്കും ഒരുമിച്ച് പറയാൻ നിവൃത്തിയില്ല, സത്യം ഒന്നേ ഉള്ളൂ. അപ്പൊ 72 പിരിയുമ്പോൾ അവരെ രക്ഷിക്കാൻ വേണ്ടി വന്നത് ചരിത്രം പറയുന്നതും ചില ഹദീസുകളിൽ വ്യക്തമായി പറഞ്ഞതും മറ്റു ചില ഹദീസുകളിൽ സൂച്യമായി വന്നിട്ടുള്ളതും വാജ്യമായും സൂച്യമായും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമാക്കിയിട്ടുള്ള ഒരു സംഗതി എന്തെന്ന് വെച്ചാൽ, ബനു ഇസ്രായേൽ ഇത്തരം കക്ഷി പ്രതികക്ഷികളായി പിരിഞ്ഞ് അരുതായ്മകളിൽ അകപ്പെട്ട് എല്ലാ തിന്മകളിലും പൂരിതമായ ഒരു സമുദായമായി മാറുമ്പോൾ അവരെ നന്മയിലേക്ക് ക്ഷണിക്കുന്നതിന് വേണ്ടിയും തൗറാത്തിലേക്ക് ക്ഷണിക്കുന്നതിന് വേണ്ടിയും വന്ന ആളെ നീക്കാൻ വന്നവനെന്ന് നിരൂപിക്കരുത്, നിവർത്തിപ്പാൻ വന്നവനത്രേ. അതായത് തൗറാത്തിനെ റദ്ദ് ചെയ്യാനോ അതിനെ മൻസൂഖ് ചെയ്യാനോ അല്ല, മറിച്ച് അതിനെ നിവർത്തിപ്പാൻ, അതിനെ നടപ്പിൽ വരുത്തുന്നതിന് വേണ്ടിയാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വന്നത് ഹദ്റത്ത് ഈസാ അലൈഹി സ്വലാം ആയിരുന്നു. അപ്പൊ മസീഹ് ഇബ്നു മറിയമാണ് അവിടെ അവരെ രക്ഷിച്ചത്. അതായത് 72 കക്ഷികളിൽ മോക്ഷത്തിനർഹമായ ഒരു കക്ഷി മസീഹ് ഇബ്നു മറിയമിനെ അനുഗമിച്ച ക്രൈസ്തവത, ഇന്ന് പറയുന്ന ക്രൈസ്തവതയില്ല, അക്കാലഘട്ടത്തിലുള്ള യഥാർത്ഥ ക്രൈസ്തവതയായിരുന്നു. അതേപോലെ ഒരു സംഗതി ഉദാഹരണമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് ഇനി ഒരു കാര്യം അവിടെ ഉദ്ധരിച്ച ഒരു സമുദായത്തെ പറഞ്ഞ് തന്റെ ഉമ്മത്ത് ഇങ്ങനെ ആകും എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താവും? ആ ഉമ്മത്ത് പോലെ തന്നെ അത് രക്ഷപ്പെട്ടതുപോലെ തന്നെ ഇവിടെയും രക്ഷപ്പെടാനുള്ള ഒരു മാർഗം ഉണ്ടാവും. അല്ലെങ്കിൽ നേരെ ഈ റസൂൽ തിരുമേനിയുടെ താരതമ്യ പഠനം ഒരു തെറ്റായ താരതമ്യ പഠനമായി മാറും. എന്നാൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിൽ അങ്ങനെ മസീഹ് ഇബ്നു മറിയമിനെ കുറിച്ചുള്ള ആഗമനത്തെ കുറിച്ചും പ്രവചനങ്ങളുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്യങ്ങളിൽ മൗലവി നജീബുദ്ദീൻ സാഹിബ് അക്കാര്യം വിവരിക്കുമെന്ന് കരുതുന്നു. അദ്ദേഹം അത് വിവരിക്കട്ടെ. മുസ്ലിം സമുദായത്തിൽ വന്ന മസീഹ് അലൈഹിസ്സലാം യഹൂദി നസ്രാക്കളെ സംശുദ്ധീകരിക്കുന്നതിനായിട്ട് വന്നിട്ടുള്ളതാണ് ഈസാ നബി അലൈഹിസ്സലാം. അതേപോലെ തന്നെ അതിനോട് സദൃശമായിട്ട് വന്ന സാദൃശ്യപ്പെട്ടു വരുന്ന മുഹമ്മദി സമുദായത്തിലെ മുസ്ലിങ്ങൾ, ഇപ്പോൾ പറഞ്ഞതുപോലെ യഹൂദി നസാറാക്കളെ പോലെ ആയിത്തീരുന്ന മുസ്ലിം സമുദായത്തിന് അവരെ സംശുദ്ധീകരിക്കുന്നതിനായിട്ടാണ് മുഹമ്മദി സമുദായത്തിൽ മുഹമ്മദി മസീഹായിട്ട് ഇബ്നു മറിയം ഇറങ്ങുമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഹദ്റത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി മുഹമ്മദിയ സമൂഹത്തിൽ അവതരിക്കാൻ പോകുന്ന മസീഹിനെ സംബന്ധിച്ച് ഇബ്നു മറിയം ആയിരിക്കുമെന്നും അത് നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ആയിരിക്കുമെന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അരുളുകയുണ്ടായി, കൈഫ അൻതും ഇദാ നസല ഇബ്നു മറിയം ഫീക്കും വ ഇമാമക്കും മിൻകും, നിങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഇമാമായിക്കൊണ്ട് ഇബ്നു മറിയം നിങ്ങളിൽ ഇറങ്ങുമ്പോൾ
നിങ്ങളുടെ സ്ഥിതി എത്ര നന്നായിരിക്കും. അതേപോലെ തന്നെ മറ്റൊരു നിവേദനത്തിൽ അമ്മക്കും മിൻകും